വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിൽ നെതന്യാഹു ഇത്രത്തോളം ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷവും വളരെ സ്റ്റേൺ ആയിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ്. അതായത് ഗാസയെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം തുടങ്ങുക എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഇത്രയും നാളും വളരെ പ്രിസൈസ് ആയിട്ട് ചില പ്രത്യേക മേഖലകളിൽ എവിടെയൊക്കെ ടണലുണ്ട് ഇതൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പോയിന്റ് ടു പോയിന്റ് കണ്ടെത്തി തന്നെയാണ് IDF മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി ബന്ദികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും വേണ്ടില്ല, ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നിലപാടെടുത്തിരിക്കുന്നത്. അതേ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്പോസിറ്റ് പാർട്ടികളായിട്ടുള്ള പല ആൾക്കാരും തന്നെ എതിർത്തിട്ടുണ്ട്. ലാപ്പിഡൊക്കെ വാണിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട് നെതന്യാഹുവിന്. കാരണം ഈ രീതിയിൽ താങ്കളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബന്ദികൾക്ക് എന്തെങ്കിലും രീതിയിൽ അപകടം സംഭവിച്ചതായിട്ടൊക്കെ ഇതേപോലത്തെ പ്രൊപ്പഗൻഡ വീഡിയോകൾ പുറത്തു വന്നാലോ, ബന്ദികളെ ഈ ഹമാസ് തീവ്രവാദികൾ ഉപദ്രവിക്കുന്ന പോലെയോ അവരെ ബ്രൂട്ടലി ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിക്കുന്ന പോലെയോ ഉള്ള വീഡിയോകളൊക്കെ അവരെടുത്ത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടക്കുന്നത് വേറെ രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് ആയിരിക്കും എന്നുള്ള വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നെതന്യാഹു എനിക്ക് പൊളിറ്റിക്കൽ ലൈഫ് ഇതോടുകൂടി അവസാനിപ്പിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞാൻ എടുത്ത തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണെന്ന് തന്നെയാണ് ഉറപ്പിച്ച് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. വളരെ ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെതന്യാഹു രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിന് അമേരിക്കയുടെ ബാക്കപ്പ് ഉണ്ട്, അതും കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. പല ആൾക്കാരും നെതന്യാഹുവിനെ വാൺ ചെയ്തെങ്കിലും ട്രംപ് വളരെ കൃത്യമായിട്ട് നെതന്യാഹുവിനോടൊപ്പം നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ പറഞ്ഞിരിക്കുന്നത് ഗാസയിൽ നടക്കുന്നത് ഒരു ജനസൈഡ് അല്ല, ഗാസയിൽ നടക്കുന്നത് ഹമാസിനെ മുട്ടുകുത്തിപ്പിക്കാനുള്ള പ്രവൃത്തിയാണ് നടക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ട്രംപ് നെതന്യാഹുവിനോടൊപ്പമാണെന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫുൾ ടേക്ക് ഓവർ ഓഫ് ഗാസ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഗാസയിലെ ഒരു വീഡിയോ ഞാൻ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടുപോവുക. ഇതാണ് ഗാസ. ഇത് ഗാസയുടെ ടോപ്പ് വ്യൂ ആണ്. ഗാസയുടെ ടോപ്പ് വ്യൂ നമ്മൾ വിചാരിക്കുന്ന പോലെ വെച്ചാൽ എല്ലാം അവിടെ അടിച്ച് നിരത്തിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും അവിടെ ഇനിയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളാണ്. അവിടെ നിന്നെല്ലാം ആൾക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും ടെൻറ്റിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം സെൻട്രൽ ഗാസയിൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഷെയർ ചെയ്തതാണ്. ആ വ്യക്തിയുടെ പേര് സോറാൻ മംദാനി എന്നാണ്, മനസ്സിലായത്. അതായത് ന്യൂയോർക്കിലെ മേയറായിട്ട് ഇലക്ഷനിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ ഒരു കാൻഡിഡേറ്റ് ആണ്. അയാൾ ഈ ഒരു ഫ്രീ പാലസ്തീൻ പ്രൊട്ടസ്റ്റുമായിട്ട് പല രീതിയിൽ ന്യൂയോർക്കിൽ പുള്ളി ഒരു ആഫ്രിക്കൻ ആണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിച്ഛായ നേടിക്കൊണ്ട്, പുള്ളി ആക്ച്വലി ആഫ്രിക്കൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. അതായത് അമേരിക്കയിൽ കറുത്ത വർഗം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും സോറാൻ മംദാനി ഈ ഒരു പുറംചട്ട എടുത്ത് അണിഞ്ഞിരിക്കുന്നത് ആഫ്രിക്കൻ എന്നുള്ള നിലയിൽ. പക്ഷെ അതേസമയം ഫ്രീ പാലസ്തീനു വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രൊട്ടസ്റ്റ് പ്രതിഷേധമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളാണ് സോറാൻ മംദാനി. അപ്പോൾ അതുകൊണ്ട് ഒരു ജസ്റ്റിഫിക്കേഷൻ പുള്ളി മേയറായാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ചോദ്യചിഹ്നമാണ്. ലെഫ്റ്റ് ലിബറൽസിന് വേണ്ടിയിട്ടും ഡെമോക്രാറ്റിക് ആ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടും ആ രീതിയിലൊരു ചായ്വ് പുള്ളി തീർച്ചയായിട്ടും കാണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മംദാനിയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. ജർമ്മനിയിൽ ദ ലൈപ്സിഗ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ ഒരു ന്യൂ ബേൺ ബേബി, അത് പുതുതായിട്ടൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ ജനിച്ച കുഞ്ഞിൻ്റെ പേര് യഹ്യ സിൻവർ എന്നാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കോൺട്രോവേഴ്സി ജർമ്മനിക്കുള്ളിൽ തന്നെ ഇപ്പം ഉയർന്നു വരുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇസ്രായേലിൻ്റെ സൈഡിലായാലും ശരി തന്നെ, അതേപോലെ ജർമ്മനിക്കുള്ളിലുള്ള ജൂവിഷ് കമ്മ്യൂണിറ്റി ആയാലും ശരി തന്നെ, അവർ ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ജർമ്മനിക്കുള്ളിൽ കുടിയേറ്റക്കാരായിട്ട് പോയ അറബ് വംശത്തിൽപ്പെട്ട ആൾക്കാരുടെ കുട്ടിയാണ്. അപ്പോൾ അതിന് ഈ പേര് വെച്ചതോടുകൂടി ആ ആൾക്കാർ തന്നെയാണ് ഈ ഒരു പേര് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് എംഫസൈസ് ചെയ്ത് ചെയ്യപ്പെട്ടത്. അത് നോട്ടീസ് ചെയ്തത് കൊണ്ട് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും ജർമ്മനിയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ സൈഡിൽ നിന്നും ഈ ഒരു പേര് ഇങ്ങനെ വെച്ചതിന് കണ്ടംനേഷൻ അറിയിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിൽ വലിയ തോതിൽ ഇന്ന് ലെഫ്റ്റിസ്റ്റ് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും അതിനകത്തുണ്ട്. ജൂവിഷിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റിൽപ്പെട്ട ആൾക്കാർ അവരും അതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ട്. അതായത് ഗാസയിലെ വാർ ഉടനെ തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള നിലയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. ആ പ്രൊട്ടസ്റ്റിൽ ഏതാണ്ട് 41 പേര് അറസ്റ്റിലായിട്ടുണ്ട്. ന്യൂയോർക്ക് പോലീസ് 42 പേരെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ
ചില തൊഴുത്തിൽ കുത്ത് പരിപാടികളൊക്കെ ഉണ്ട്. ഒക്ടോബർ 7 2023 മുതൽ തുടർച്ചയായിട്ട് യുദ്ധത്തിൽ ഈ ഒരു ടൈം ലൈനിലാണ് കുറച്ച് ലെഫ്റ്റിസ്റ്റുകളായിട്ടുള്ള അതും ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ തന്നെ പെട്ട ആൾക്കാർ പോയി ഇങ്ങനെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. ഈ ജനറ്റിക്കലി അസുഖം ബാധിച്ച ഒരു കൊച്ചിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഗാസയിൽ സ്റ്റാർവേഷനെ കുറിച്ച് ഘോര ഈ ഒരു പ്രതിഷേധങ്ങൾ നടക്കുന്നത്. അതിനെതിരെ ഇസ്രായേൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ സ്റ്റാർവേഷൻ ബാധിച്ച ഒരു കുഞ്ഞു പോലും ഗാസയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യട്ടെ, റിയലിസ്റ്റിക് ഫോട്ടോ or വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യട്ടെ ഗാസയിലുള്ള ജനങ്ങൾ, ഇല്ലെങ്കിൽ ഹമാസ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ സ്റ്റാർവേഷൻ്റെ കഥ പറയുന്ന ആൾക്കാർ ഒരു ഫോട്ടോ എടുത്ത് ഇതേപോലെ പബ്ലിഷ് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, റിയൽ ഫോട്ടോ. കാരണം അങ്ങനെ ഒരു കുഞ്ഞ് ഇല്ല എന്നാണ് ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അഥവാ ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ബന്ദികളെ വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വെളിയിൽ കാണിക്കാം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഒരു പുതിയ ടീമിനെ അയച്ചിട്ടുണ്ട് റഷ്യയിലേക്ക്. വേറെ ഒന്നുമല്ല, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കംപ്ലീറ്റ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും എലിമിനേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് പുതിയ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ റഷ്യയിലോട്ട് അയച്ചിരിക്കുകയാണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. ചൈന ഇറാൻ ഓയിൽ ട്രേഡ് ജൂൺ മാസം നടന്ന ഓയിൽ ട്രേഡിനേക്കാളും 30% കുറവാണ് ജൂലൈയിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ചൈന ഏറ്റവും കൂടുതൽ ഇത്തവണ ജൂലൈ മാസം ഓയിൽ ട്രേഡ് നടത്തിയത് റഷ്യയുമായിട്ടാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. റഷ്യയ്ക്ക് ഇത്രത്തോളം ഓയിൽ ട്രേഡ് നടത്തിയിട്ടാണ് ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്ക. അതിൻ്റെ വിരോധാഭാസം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു സ്റ്റഡി തന്നെ നടത്തേണ്ടി വരും. അമേരിക്കയുടെയൊക്കെ ഒരു ഹിപ്പോക്രസിയെ, ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ചൈന, എന്നിട്ട് താരിഫ് തരുന്നത് ഇന്ത്യക്ക്. ചൈനയ്ക്ക് താരിഫ് കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ചൈനയ്ക്ക് താരിഫ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏത് ലെവലിൽ എത്തി, ഏത് അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇതാ ഇപ്പം ഞാൻ ചൈനയെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപാണ് ഇപ്പം നേരെ ഇന്ത്യയുടെ മേളിലാണ് കുതിര കയറിയിരിക്കുന്നത്. പിന്നെ ജുദയ സമാരിയ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തകൃതിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സെറ്റിൽമെൻറ്റ് മിനിസ്ട്രി അഥവാ സെറ്റിൽമെൻറ്റ് കമ്മിറ്റി വളരെ തകൃതിയായിട്ട് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ എക്സ്പാൻഷൻ നടത്തുകയാണ്. ഇതിനകത്ത് എക്സ്പാൻഷൻ ഒന്നും പറയേണ്ടതില്ല, കാരണം ഇതിനകത്ത് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് ഗാസ, 2 ഈ വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്കിൽ ജനിക്കുന്ന ആൾക്കാർക്കൊക്കെ 1948 മുമ്പും ഏതാണ്ട് അത് കഴിഞ്ഞിട്ടും യാസർ അറാഫത്ത് PLO പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന ആരംഭിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പാലസ്തീനികൾക്ക് എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ പാലസ്തീനിയൻ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ആവുന്നത് തന്നെ യാസർ അറാഫത്തിൻ്റെ ആ ഒരു നേതൃത്വത്തിലാണ്. അതിന് മുമ്പ് വരെ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റോ ഒരു രാജ്യമോ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ വന്നതിന് ശേഷമാണ് പാലസ്തീനിയൻ ടെറിട്ടറി എന്ന് വിളിക്കപ്പെടുന്നത്. പാലസ്തീനിയൻ പാസ്പോർട്ടിൽ വരെ പാലസ്തീനിയൻ ടെറിട്ടറി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവരതിനെ ഒരു ലാൻഡായിട്ട് തന്നെ കരുതിയിട്ട്, ഒരു ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ ആണെങ്കിൽ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനോട് വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരെടുത്താണ് സംസാരിക്കേണ്ടത്, ആരെടുത്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർദാനുമായിട്ടാണ്. കാരണം ജോർദാനാണ് ഈ വെസ്റ്റ് ബാങ്ക് ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരുന്നത്. അവർ വീണ്ടും 1967 ശേഷമുള്ള ആ ഒരു മീഡിയേഷനിലാണ് ഈ വെസ്റ്റ് ബാങ്ക് ഈ രീതിയിൽ നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് ഉള്ളിലും ഇസ്രായേലികളുടെ സെറ്റിൽമെൻറ്റ് വരാനുള്ള കാരണം. അത് മനസ്സിലാക്കിക്കോണം. അല്ലെങ്കിൽ ഇപ്പം ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബാങ്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എങ്ങനെയാണ് ജൂവിഷ് സെറ്റിൽമെൻറ്റ് വരുന്നതെന്നുള്ള ചോദ്യം വരാൻ പാടില്ലല്ലോ. കാരണം ഇതിൻ്റെ ഒരു നാച്ചർ അങ്ങനെയായിരുന്നു. അല്ലാതെ അവിടെ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യമൊന്നും അവിടെ ഇല്ലായിരുന്നു. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഗാസയെ സംബന്ധിച്ചിടത്തോളം ഗാസ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരുന്നത് ഈജിപ്റ്റാണ്. ഗാസയിലും ഈ 48 മുമ്പ് അതുപോലെ തന്നെ യാസർ അറാഫത്തിൻ്റെ PLO ഓർഗനൈസേഷൻ്റെ ഫോർമേഷന് മുമ്പ് ഈജിപ്ഷ്യൻ ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഗാസയിൽ ജനിക്കുന്ന ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതും പാലസ്തീൻ സ്റ്റേറ്റ് അല്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു എത്നിസിറ്റിയോ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു എത്നിസിറ്റിയോ അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് എത്നിസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അറബ്സ് ആണ്. മനസ്സിലായി? അറബാണ് എത്നിസിറ്റി. അതായത് അറബ് കൾച്ചറുള്ള അറബ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. അതാണ് എത്നിസിറ്റി. പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ അവിടെ ഇല്ലായിരുന്നുള്ള സാഹചര്യത്തിൽ അറബുകളുടെ അറബ് ഗോത്രംസ്, അതായത് ഈ ജുദയ സമാരിയയിലൊക്കെ ഉള്ള അറബുകൾ, അതാണ്, അങ്ങനെയാണ് തന്നെ മനസ്സിലാക്കേണ്ടത്. അതായത് അവിടെ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ് അവിടെ ഇപ്പോഴും ഇല്ല, അന്നുമില്ല, ഇന്നുമില്ല എന്നുള്ളതാണ് അവസ്ഥ. പിന്നെ ഈ PLO ഓർഗനൈസേഷൻ അതൊരു പേപ്പർ ഓർഗനൈസേഷനിൽ മാത്രം രൂപപ്പെടുന്ന ഒരു രാജ്യമാണ് പാലസ്തീൻ. ജസ്റ്റ് പേപ്പർ കൺട്രി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നാറ്റോ അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടിയതോടുകൂടി ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ ശക്തമായി നിലപാടെടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ 21,000 ഇൻഫാൻട്രി വെഹിക്കിൾസുമായിട്ട്
അതായത് ആംഡ് ഫോഴ്സ് വെഹിക്കിളുമായിട്ട് നാറ്റോ ഈസ്റ്റേൺ ഏരിയകളിൽ സെക്യൂരിറ്റി ഉറപ്പിക്കുകയാണ്. ഈസ്റ്റേൺ ഏരിയ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഈ ഭാഗങ്ങളിലാണ്, ഈ പോർഷൻസിലെല്ലാം തന്നെ ഈ വീഡിയോ താഴെ ഞാൻ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത്രമാത്രം വെഹിക്കിൾസ്, ഇത്രമാത്രം ഇൻഫാൻട്രി വെഹിക്കിൾസ്, അതേപോലെ ആർട്ടിലറി ഗൺസ്, അതുപോലെ തന്നെ ഈ ആംഡ് വെഹിക്കിൾസ് എല്ലാം തന്നെ നാറ്റോ ഡിപ്ലോയ് ചെയ്യാണ്. പറയുന്നത് ഈസ്റ്റേൺ ഏരിയയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്നാണ്. റഷ്യ ഇതിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് നാറ്റോ രാജ്യങ്ങളുടെ ഈ ഒരു ഇൻഫാൻട്രി വെഹിക്കിൾ ഡിപ്ലോയ്മെന്റ് ഞങ്ങളൊരു ഭീഷണിയായിട്ടൊന്നും കരുതുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഈ സമയത്ത് അതിനൊരു ഒപ്പോണന്റ് ആയിട്ട് തന്നെ കരുതുന്നില്ല. അൺലെസ് ഏതെങ്കിലും രീതിയിൽ പ്രൊവോക്കേറ്റീവായിട്ട് ഏതെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ ഞങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ്റെ ഉള്ളിൽ ശക്തമായ രീതിയിൽ വളരെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് ഫ്രണ്ട് ലൈൻ സോൾജേഴ്സിനെ ശക്തമായി മുന്നോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് റഷ്യ. അതും കൂടി നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ നാറ്റോ രാജ്യങ്ങൾ ചെയ്യുന്നതിൻ്റെ എല്ലാം, നാറ്റോ രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം ചേർത്ത് വെച്ചിട്ട് ഉക്രൈൻ്റെ മേളിൽ കൂടുതൽ ശക്തിയോടുകൂടി അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റഷ്യയുടെ വീഡിയോസ് ഇപ്പം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് എന്തൊക്കെ ആക്രമണങ്ങൾ നടന്നു എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പുതിയ അപ്ഡേറ്റ്സുകൾ വരുമ്പോഴത്തേക്കും ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. And America is leading the confrontation. The world can only hope that this can all be contained before it's too late. But it's pushing through that. That's good. Republican management doing your glass house, make sure your vendors are really proficient and muscle memory. What's up here? Real quick. Other than that, എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.